നിങ്ങൾക്കും ഇതുപോലെ ഒരു റോളിംഗ് ടെക്സ്റ്റ് എഫക്റ്റ് ആഫ്റ്റർ എഫക്ട്സ് ചെയ്യണമെങ്കിൽ ഈ ഒരു ട്യൂട്ടോറിയൽ ഫോളോ ചെയ്തോളുക. അത് തന്നെ പുതിയ പ്രൊജക്റ്റ് എടുക്കുക, ഒരു പുതിയൊരു കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യുക. ഞാൻ അവിടെ 1920x1080 ആണ് എടുക്കുന്നത്. ഇതിൽ ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുക. ഞാൻ അവിടെ എഡിറ്റ് സ്ക്വാഡ് തന്നെയാണ് ടൈപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ ഒന്നിനി അലൈൻ ചെയ്യാം. സെൻറ്ററിലേക്ക് അലൈൻ ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് സൂം ചെയ്യാം. ഇനി നമുക്ക് ഇതിന് ഓരോ ലെറ്ററിനും മുകളിലായിട്ട് ഓരോ റെക്റ്റാങ്കിൾ വരയ്ക്കാം. ഞാനിപ്പോൾ ഇവിടെ സ്ട്രോക്ക് 0 ആക്കിയിട്ട് റെക്റ്റാങ്കിൾ വരയ്ക്കുകയാണ്. ഇനി അത് നമ്മുടെ ടെക്സ്റ്റ് ലെയറിന് താഴെ കൊണ്ടുപോവാണ്. ഇനി ഇതൊന്ന് കറക്റ്റായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഇതുപോലെ തന്നെ ബാക്കി എല്ലാ ലെറ്ററിനും ഇതുപോലെ റെക്റ്റാങ്കിൾ ഷേപ്പ് വരയ്ക്കുക. അതായത് അതെല്ലാം ടെക്സ്റ്റ് ലെയറിന് താഴെ കൊണ്ടുവരിക. അങ്ങനെ നമ്മുടെ എല്ലാ ഷേപ്പുകളായി. ഇനി ഇതെല്ലാ ഷേപ്പിനും ഓരോ ലെറ്ററിനനുസരിച്ച് ഞാൻ ഇവിടെ പേര് കൊടുക്കുകയാണ്. പിന്നെ നമുക്കിവിടെ എത്ര ആൽഫബറ്റ്സ് ഉണ്ടോ അതിനനുസരിച്ച് നമ്മുടെ ടെക്സ്റ്റ് ലെയർ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുകയാണ്. ഇവിടെ ഇപ്പോൾ 9 ആൽഫബറ്റ്സ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് 9 ടെക്സ്റ്റ് ലെയർ വേണം. ഇനിയിപ്പോൾ നമുക്ക് ഓരോ ടെക്സ്റ്റ് ലെയർ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഓരോ ഇൻഡിവിജ്വൽ ലെറ്ററായിട്ട് നമുക്ക് ഇതിനെ മാസ്ക് ചെയ്യാം. ഇപ്പോൾ ആദ്യം തന്നെ തന്നെ നമുക്ക് മാസ്ക് ചെയ്യാം. ഇനി അതുപോലെ തന്നെ ബാക്കിയുള്ള ലെറ്ററും ഇതുപോലെ ലെയർ ബൈ ലെയർ ആയിട്ട് മാസ്ക് ചെയ്യുക. ഓക്കെ, ഇനിയിപ്പോൾ ഓരോ ടെക്സ്റ്റ് ലെയറിനെയും ഓരോ ഷേപ്പ് ലെയറിൻ്റെയും താഴെ വരുന്ന രീതിയിൽ കൊണ്ടുവരിക. ഇനിയിപ്പോൾ ഓരോ ഷേപ്പ് ലെയറിൽ നിന്നും ഈ ഒരു ഇൻ്റർടോയിൻ ടൂൾ ഉപയോഗിച്ച് ഓരോ ടെക്സ്റ്റ് ലെയറും സെലക്ട് ചെയ്യുക. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് കളറൊന്ന് മാറ്റി നോക്കാം. ഇനിയിപ്പോൾ ഇവിടെ സ്ക്വാഡിൻ്റെ സ്പെല്ലിങ്ങിന് മൊത്തം വൈറ്റും എഡിറ്റിന് റെഡും കൊടുത്ത് നോക്കാം. ഇപ്പോൾ കളർ ഓക്കെ ആയി. ഇനി നേരെ എഫക്ട്സിൽ പോയിട്ട് CC റെപ്പേറ്റൈൽ എന്ന് പറഞ്ഞിട്ടൊരു എഫക്റ്റ് ഉണ്ട്. അതെടുത്ത് ഒരു ടെക്സ്റ്റ് ലെയറിലേക്ക് ആഡ് ചെയ്യുക. ഓക്കെ, ഇനി ഇവിടെ നമ്മുടെ എഫക്റ്റ് കൺട്രോൾസിൽ എക്സ്പാൻഡ് അപ്പ് 2000 എക്സ്പാൻഡ് ഡൗൺ 2000 ഞാൻ ആഡ് ചെയ്തു. ഇനി ഈ എഫക്റ്റ് കോപ്പി ചെയ്യുക. ഇനിയും ബാക്കിയുള്ള ടെക്സ്റ്റ് ലെയറുകൾ സെലക്ട് ചെയ്തിട്ട് അത് കൺട്രോൾ ഉപയോഗിച്ച് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതിൽ കൊണ്ടുവന്ന കോപ്പി ചെയ്ത എഫക്റ്റ് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇനി ചെയ്യേണ്ടത് ആ സൈഡിലുള്ള നമ്മുടെ ടെക്സ്റ്റ് ലെയറിൽ സെലക്ട് ചെയ്തിട്ട് സെലക്ട് ലേബൽ ഗ്രൂപ്പ്. അപ്പോൾ എല്ലാ ടെക്സ്റ്റുകളും സെലക്ട് ആവും. നമ്മൾ ടൈം ലൈൻ ഒന്ന് വലുതാക്കിയിട്ട് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഇനി ചെയ്യാനുണ്ട്. എല്ലാത്തിലും പൊസിഷൻ കീ ഫ്രെയിം ആക്റ്റീവ് ആക്കുക ഒരു 2-3 ഫ്രെയിമുകൾക്ക് ശേഷം. എന്നിട്ട് നമ്മുടെ സ്റ്റാർട്ടിങ് ഇതിൽ കൊണ്ടുപോയിട്ട് ഇപ്പോൾ ഒരു ടെക്സ്റ്റ് ലെയർ സെലക്ട് ചെയ്തിട്ട് മാത്രമായിട്ട് മൂവ് ചെയ്യുക. റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ടും, ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലേക്കും ആയിരിക്കും ലെറ്റേഴ്സ് എല്ലാം മൂവ് ചെയ്യുന്നത്. ഇതുപോലെ സ്ക്രോൾ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരു എൻഡിങ് ഉള്ള പോയിന്റിൽ ഒരു വര കണ്ടല്ലോ, ഒരു ലെറ്ററിൻ്റെ പോർഷൻ മാത്രമാണ്. അതിവിടെ എക്സ്പാൻഡ് ഡൗണോ എക്സ്പാൻഡ് അപ്പോ വാല്യൂ ചേഞ്ച് ചെയ്ത് നമുക്കത് റെഡിയാക്കാവുന്നതാണ്. അങ്ങനെ ഒരു ലെറ്റർ റെഡി. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കി എല്ലാ ആൽഫബറ്റ്സിനും പൊസിഷൻ കീ ഫ്രെയിം വെച്ചിട്ട് റെപ്പേറ്റൈൽ ആനിമേഷൻ അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെ എല്ലാ ലെറ്റേഴ്സും ആനിമേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ചെയ്യേണ്ടത് എല്ലാ കീ ഫ്രെയിമുകളും സെലക്ട് ചെയ്യുക. എന്നിട്ട് F9 ഉപയോഗിച്ച് ഈസി ഈസ് ചെയ്യുക. അവസാനം നിങ്ങളുടെ ആനിമേഷൻ എത്രത്തോളം ലെങ്ത് വേണോ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ആനിമേഷൻ ലെങ്ത് കുറയ്ക്കാനാണ് നോക്കുന്നത്. ഓക്കെ, ഇത്ര മതി. ഓക്കെ, ഇത് കുറച്ചുകൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി നമുക്കിവിടെ എല്ലാ ടെക്സ്റ്റ് ലെയറിനും നമുക്കൊരു മോഷൻ ബ്ലർ എഫക്റ്റ് കൊടുക്കാം. അതിനിവിടെ മോഷൻ ബ്ലർ ബട്ടൺ ആക്റ്റീവ് ആക്കിയാൽ മതി. അങ്ങനെ ദാറ്റ്സ് ഇറ്റ്. നമ്മുടെ റോളിംഗ് ടെക്സ്റ്റ് ആനിമേഷൻ റെഡി ആയിരിക്കുകയാണ്. ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ.